കാന്തപുരം അങ്ങേര് വീണ്ടും എയറിലായിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ എയറിലാവുന്നവർ വളരെ വിരളമാണ്. അത്ര സെലിബ്രിറ്റീസ് ആയിട്ട് നിൽക്കുന്ന രാഷ്ട്രീയത്തിലോ സിനിമയിലോ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മതപരമായൊക്കെ നിൽക്കുന്ന ആൾക്കാരാണല്ലോ എയറിലാകുന്നത്. മാധവ് സുരേഷാണ് ഈ വർഷം എയറിലായ ഏറ്റവും ഉയരങ്ങളിലെത്തിയ മനുഷ്യൻ. ഇവിടെ കാന്തപുരം ഈ വർഷം തുടങ്ങിയ നാളെ മുതൽ എയറിലാണ്. സംബന്ധിച്ച കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത ഐക്യ വിഭാഗം നേതാവ് ബഹാവുദ്ദീൻ നദ്വി. കാന്തപുരത്തിന്റെ വാദം വ്യാജമാണെന്ന് വർഷങ്ങൾക്ക് മുൻപ് തെളിഞ്ഞതാണെന്ന് ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞു. നബിദിനം അടുക്കുമ്പോഴുള്ള കച്ചവടമാണ് പ്രസ്താവനയ്ക്ക് പിന്നിലെന്ന് നദ്വി ആരോപിച്ചു. കഴിഞ്ഞ ദിവസമായിരുന്നു പ്രവാചക കേശം കൊണ്ടുവച്ചതിനേക്കാൾ വലുതായി എന്ന അവകാശവാദം ഉന്നയിച്ച് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ രംഗത്തെത്തിയത്. നമ്മൾ കൊണ്ടുവന്ന് വെച്ചതിനേക്കാൾ 1.5 സെന്റിമീറ്ററോളം വലുതായിട്ടുണ്ട്. കടുത്ത ഭാഷയിലായിരുന്നു കാന്തപുരത്തിനെതിരെ ഇ.കെ. സമസ്ത മുഷാവറാംഗം ബഹാവുദ്ദീൻ നദ്വിയുടെ വിമർശനം. വ്യാജ ഗ്രാൻഡ് മുഫ്തിയായി അറിയപ്പെടുന്ന കാന്തപുരം വ്യാജ കേശവുമായി ബന്ധപ്പെട്ട് പ്രസ്താവന നടത്തിയത് മറുപടി അർഹിക്കുന്നില്ലെന്ന് നദ്വി പറഞ്ഞു. എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ കയ്യിലുള്ള കേശം വർഷങ്ങൾക്ക് മുമ്പ് ചർച്ചാ വിഷയമായതാണ്. പക്ഷേ ആ കേശം ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ അതിന്റെ നിവേദക ശൃംഖല ഉണ്ടായിരിക്കണം എന്നതാണ് മുസ്ലിം ലോകത്ത് അംഗീകരിക്കപ്പെട്ട വ്യവസ്ഥ. സനദ് എന്നാണ് ഞാൻ അറബിയിൽ പറയാം. അങ്ങനെ ഒന്ന് എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ കയ്യിലുള്ള കേശത്തിന് ഇല്ല എന്ന് സ്ഥിരീകൃതമായിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് തിരുകേശം എന്ന പേരിൽ അത് അവതരിപ്പിച്ചപ്പോൾ തന്നെ വ്യാജമാണെന്ന് തെളിഞ്ഞതാണ്. മുസ്ലിങ്ങളുടെ വിശ്വാസങ്ങളെ വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങളെ വെച്ചുപൊറിപ്പിക്കില്ലെന്നും നദ്വി തുറന്നടിച്ചു. അങ്ങേര് നല്ല പ്രായമുള്ള മനുഷ്യനാണ്. അങ്ങേര് സുബോധത്തോടെ പറഞ്ഞതാകാൻ വഴിയില്ല. മതപുരോഹിതനല്ലേ, എന്തെല്ലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കും. എൻ്റെ ഒരു ഇസ്ലാം വിശ്വാസിയായ സുഹൃത്തിനോട് ഞാൻ ചോദിച്ചപ്പം പുള്ളി പറഞ്ഞ് കാര്യമായിക്കണ്ട, ഇങ്ങനെ എന്തെല്ലൊക്കെ പറയുന്നതേ ഉള്ളൂ. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മതത്തിനും മതപുരോഹിതന്മാരുണ്ട്. അവർ എന്തെല്ലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടും. സീനിയർ മോസ്റ്റ് ആയിട്ടുള്ളവർ ശ്രദ്ധ പറ്റാനായിരിക്കും. ചിലർ മതം കുറച്ചുകൂടെ ഗ്രോ ചെയ്ത് മുമ്പോട്ട് വരാൻ വേണ്ടിയൊക്കെ ആയിരിക്കാം. ഓരോരുത്തരുടെ മൈൻഡിൽ എന്താണെന്ന് നമുക്കറിയത്തില്ല. ബോധത്തോടെ ഒന്നും കാണുന്നില്ല. 10-90 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാരല്ലേ, അവർക്ക് കണക്റ്റ് ആണെന്നില്ല. പ്രത്യേകിച്ചൊന്നും കണ്ടില്ല, അങ്ങനെ പറയുന്നേ ഉള്ളായിരിക്കും എന്ന് പല ഉസ്താദന്മാരും വന്ന് പുള്ളിയെ ഭയങ്കരമായിട്ടും വിമർശിക്കുന്നുണ്ട്. എനിക്കൊന്നും ഈ മതവിശ്വാസങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല. മനുഷ്യനായിട്ട് രൂപീകരിച്ചതാണല്ലോ ഈ മതങ്ങളെല്ലാം. എന്തിനാണ്? മനുഷ്യൻ സമൂഹത്തിൽ വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചു പോകാൻ വേണ്ടിയാണ് ഈ മതങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർക്ക് വിഷമവും പ്രയാസമൊക്കെ ഉണ്ട്. അപ്പം അവർക്ക് ഇതൊക്കെ ഒന്ന് എവിടെയെങ്കിലൊക്കെ പറയണ്ടേ, ആരോടെങ്കിലൊക്കെ. നമ്മളെക്കാളും കുറച്ചുകൂടി ശക്തനായ ഒരു വ്യക്തി, ആ വ്യക്തിയിലോട്ട് നമ്മളെല്ലാം അർപ്പിക്കുക. നമ്മുടെ കർത്താവ് എന്നും അള്ള എന്നും ശിവൻ എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ നമ്മുടെ വിഷമവും പ്രയാസമൊക്കെ പറയാൻ വേണ്ടി മതങ്ങൾക്കകത്ത് ദൈവങ്ങളൊക്കെ മനുഷ്യനായിട്ട് തന്നെ സൃഷ്ടിച്ചു. ഈ സൊസൈറ്റിയിലൊക്കെ ജീവിക്കുമ്പം തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാപമെന്നും നരകത്തിൽ പോകുന്നു ഒക്കെ പറഞ്ഞ് നമ്മൾക്കിടയിൽ ദുഷ്ടഹൃദയങ്ങളെ നിയന്ത്രിക്കാനും നന്മകൾ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുമെന്ന് പറയുമ്പോൾ നമ്മൾക്കുള്ളിൽ മറ്റുള്ളവരോട് നന്മ ചെയ്യാനുള്ള വരാൻ വേണ്ടിയൊക്കെയാണ്. കാരണം നമ്മൾ സ്വർഗത്തിൽ പോകുന്നൊക്കെ ഒരു ധാരണ വരുമ്പം നമ്മുടെ അയൽവാസിയോടൊക്കെ നമ്മൾ സ്നേഹം പുലർത്തും, നമ്മുടെ സഹോദരങ്ങളോട് നമ്മൾ സ്നേഹം പുലർത്തും, അവരെ സഹായിക്കും, മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കും. നരകത്തിൽ പോകുമെന്ന് പറയുമ്പോൾ ഇതൊന്നും നമ്മൾ ചെയ്യത്തില്ല. മരണപ്പെട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് സ്വർഗത്തിൽ പോകണല്ലോ എല്ലാവർക്കും. അങ്ങനെയാണെന്നുള്ള മനുഷ്യൻ്റെ ഒരു ആഗ്രഹം. ഇന്നത്തെ എല്ലാം പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ. ഇന്നിപ്പോൾ ഇങ്ങോട്ട് വന്നേ പിന്നെ ഒരു കാലഘട്ടം കഴിഞ്ഞ് ഈ സോഷ്യൽ മീഡിയ യുഗമൊക്കെ വന്നേ പിന്നെ ആർക്കും മതത്തിനോടൊന്നും വലിയ താല്പര്യമില്ല. മനുഷ്യന് അവർക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ പഴയകാല എത്ര വർഷം പഴക്കമുണ്ട്. ക്രിസ്ത്യൻ മതമാണെങ്കിലും ഇസ്ലാം മതമാണെങ്കിലും ഹൈന്ദവ മതമാണെങ്കിലും ഒക്കെ പഴക്കമുണ്ട്. ഈ കഥകളും ഈ കഥാപാത്രങ്ങളെ ഒന്നും ഉൾക്കൊള്ളാൻ ഇന്നത്തെ തലമുറയ്ക്ക് പറ്റുന്നില്ല. ഇതിപ്പം അതിനെ കുറച്ചുകൂടെ തലമുറയിലോട്ട് എത്തിക്കാൻ വേണ്ടി മതപുരോഹിതന്മാർ ശ്രമിക്കുന്നുണ്ട്. പല വിധേന പല ഉസ്താദുമാർ വന്ന് ഓരോന്നൊക്കെ യൂട്യൂബിൽ വന്ന് പറയുന്നു, റിയൽസി വന്ന് പറയുന്നു, പല പള്ളിയിലച്ചന്മാർ വന്ന് പറയുന്നു, പല സന്യാസിമാർ വന്ന് ഹൈന്ദവ മതത്തെക്കുറിച്ച് പറയുന്നു. പക്ഷേ ഇതൊന്നും ആരും ഏൽക്കുന്നില്ല. പിന്നെ ഇതിൽ വിശ്വസിക്കുന്നവർ ഈ രാഷ്ട്രീയപരമായി ജീവിക്കുന്നവരുണ്ട്. ഓരോ മതം ഉണ്ടല്ലോ, മതത്തിന് രാഷ്ട്രീയം കാണുള്ളൂ. ആരാധകർ, അണികൾ, ഭക്തർ, ഇവരൊറ്റ വിങ്ങാണ്. ഒരു നടൻ കാണും, ആ നടനൊരു രാഷ്ട്രീയം കാണും, ആ രാഷ്ട്രീയത്തിനൊരു മതം കാണും. അങ്ങനെയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ പോകുന്നത്. ഇനി അതൊന്നും ഇല്ലാത്തൊരു പാർട്ടിയാണെന്നുണ്ടെങ്കിൽ അവരുടെ മുതിർന്ന നേതാവാണ് അവരുടെ ദൈവതുല്യനായ ആള്, പാർട്ടി സെക്രട്ടറി എന്നൊക്കെ നമ്മൾ പറയും. ഇന്നത്തെ തലമുറ ഒന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല. രാഷ്ട്രീയവും മതവും ഒക്കെ കലർന്നുള്ള ഏർപ്പാടുകളും ഒന്നാമത് കാലഹരണപ്പെട്ട മതങ്ങളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ക്വിറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. നമ്മളിപ്പോഴും അതിനെ പൊടിയൊക്കെ തട്ടി ആളുകൾക്ക് മുമ്പിലോട്ട് പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യുവാക്കൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് നാട് നേരിടുന്ന വലിയ പ്രശ്നം. കാന്തപുരം പറഞ്ഞത് ശരിയൊന്നുമല്ല, ഞാനും അതിനോട് യോജിക്കുന്നില്ല. ഈ മതത്തിനോട് തന്നെ ഞാൻ യോജിക്കുന്നില്ല. മതപുരോഹിതന്മാരെന്ന് പറയുന്ന വിഭാഗം മതം എന്ന് പറയുന്ന സംഗതിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന കുറേ തൂണുകൾ, മതത്തിന് ചുറ്റും നിൽക്കുന്ന തൂണുകളാണ്. ഈ തൂണുകളിലാണ് ഈ മതം നിൽക്കുന്നത്. ഈ തൂണ് മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ ഈ മതം എല്ലാം കൂടെ താഴ്ത്തു വീഴും. സന്യാസിയെന്ന്, അച്ഛനെന്നും, ഉസ്താദ് എന്നൊക്കെ പറഞ്ഞ കുറേ തൂണുകളുണ്ട്. അതിനെ നിലനിർത്തേണ്ട ചില ആൾക്കാരുടെ ആവശ്യമാണ്. ഈ നമ്മുടെ നാട്ടിൽ മതം മൂലം എത്ര പേര് കഞ്ഞി കുടിച്ചു പോകുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ നാട്ടിൽ ഗൂഗിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഗൂഗിൾ പൂട്ടിപ്പോയി കഴിഞ്ഞാൽ എത്ര പേരുടെ പണി പോകും? അതിലും കൂടുതൽ പണി പോവും. നാളെ മുതൽ ക്രൈസ്തവ മതമില്ല, ഇസ്ലാം മതമില്ല, ഹൈന്ദവ മതമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേരുടെ പണിയാണ് പോകുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി.
പള്ളിയാണെങ്കിലും അമ്പലമാണെങ്കിലും ഒക്കെ ശ്രദ്ധിച്ചാൽ മതി. ഇതിന് ചുറ്റിപ്പറ്റിയൊക്കെ ബിസിനസ് റൺ ചെയ്തു പോകുന്നുണ്ട്. തിരി കത്തിക്കുന്നു, എണ്ണ കത്തിക്കുന്നു, പൂവിടുന്നു, അവരുടെയൊക്കെ വയറ്റിൽ തടിക്കുന്ന പരിപാടിയാണിത്. അതുകൊണ്ട് അവര് അസ്ട്രോളജർ പോലും ജീവിക്കുന്നതിൻ്റെ അകത്താണ്. കല്യാണത്തിന് മുമ്പ് മുഹൂർത്തം, പിന്നെ ഇയാൾ കൊടുക്കുന്ന മുഹൂർത്തം അനുസരിച്ചല്ലേ ഇവിടെ എല്ലാവരും ജീവിക്കുന്നത്. ഇയാൾ എഴുതി കൊടുക്കുന്ന മുഹൂർത്തത്തിൽ എത്ര ദാമ്പത്യം ഡിവോഴ്സ് ഇല്ലാതെ പോയിട്ടുണ്ട്. ഇവര് പാലുകാച്ചലിന് എഴുതി കൊടുക്കുന്ന സമയവും അതിന്റെ അതൊക്കെ വെച്ച് ചെയ്തു കൊടുത്തിട്ട് ഈ വീടുകളെല്ലാം സന്തുഷ്ടകരമായ രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ടാണല്ലോ ഡിവോഴ്സ് വരുന്നത്. യുവതലമുറയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് അവരെല്ലാവരും ഒഴിഞ്ഞു മാറുന്നു. അവരെ പോകാതെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് ഉസ്താദുക്കളാണെങ്കിലും പള്ളിലച്ചന്മാരാണെങ്കിലും സന്യാസിമാരാണെങ്കിലും. അപ്പോൾ അവരിങ്ങനെ എന്തെല്ലൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയ പറഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോഴൊക്കെ അങ്ങ് എയറിലോട്ട് കയറ്റി അങ്ങ് വിടും. ചിലപ്പം വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോകും. എത്ര നാൾ പോകാൻ പറ്റുമെന്ന് അവർക്കും അറിയത്തില്ല. പോകാവുന്ന അത്ര നാൾ അവർ പോകാൻ നോക്കുന്നു. ഇവരൊക്കെ സോഷ്യൽ മീഡിയ പറയുന്ന കാര്യങ്ങളെടുത്ത് എല്ലാവരും ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഏറ്റവും മുൻപന്തി ട്രോൾ മേടിക്കുന്നതിൻ്റെ അകത്ത് ഇസ്ലാം മതമാണ്, രണ്ടാമത് ഹൈന്ദവ മതം, മൂന്നാമത് നിൽക്കുന്നതാണ് ക്രൈസ്തവ മതം. അപ്പം ഇവർക്കാർക്ക് നിലനിൽപ്പില്ല. ഈ ദൈവങ്ങളും മതപുരോഹിതന്മാർ എപ്പോഴും എയറിലാണ്. പണ്ട് പറഞ്ഞ കാര്യങ്ങൾ പോലും എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടി, ഏറ്റവും കൂടുതൽ ഏറെ നിൽക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയാണ്. കാരണം നിലപാടിങ്ങനെ മാറ്റി മാറ്റി കളിക്കില്ല. രണ്ടാമത് BJP RSS, മൂന്നാമത് കോൺഗ്രസ്. ഈ നിലപാടുകളുടെ മാറ്റമൊക്കെ ഇന്നിപ്പം ചോദ്യം ചെയ്യപ്പെടുകയാണ്. നിലനിൽപ്പിന് വേണ്ടി മാറ്റി പറയുന്നതാണ്. ഇന്നിപ്പോൾ ഈ ഉസ്താദക്കന്മാരും പള്ളിലച്ചന്മാരും സന്യാസിമാരും രാഷ്ട്രീയക്കാരും വന്ന് ഓരോ ഡയലോഗ് അടിക്കുമ്പം ഇതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുവാണ്. ഈ പറഞ്ഞ കാര്യം വീണ്ടും വൈകുന്നേരം ആകുമ്പോൾ മാറ്റി പറയുമ്പം അത് ചോദ്യം ചെയ്യപ്പെടും. അതാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോട്ട് ഇറക്കി വിടുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇറക്കി വിടാതിരിക്കുക. കാന്തപുരം പറഞ്ഞ കാര്യം അത് അവിടെ കൊണ്ട് നിൽക്കുവാണെങ്കിൽ കുഴപ്പമില്ല. എന്തിനാണത് വിഷ്വൽ എടുത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോട്ട് ഇറക്കി വിട്ടിട്ടില്ലേ? അപ്പം കാന്തപുരം പറയുമ്പോൾ മീഡിയാസ് ഒന്നും നിൽക്കുന്നൊന്നുമില്ലല്ലോ, അല്ല യൂട്യൂബേഴ്സ് ഒന്നും നിൽക്കുന്നൊന്നുമില്ലല്ലോ. എന്തിനാണ് ഈ വിഷ്വൽസ് എടുത്ത് പുറത്തോട്ട് വിടുന്നത്? അവർക്കിടയിലെ വിശ്വാസികൾക്കകത്ത് മാത്രം നിൽക്കേണ്ട കാര്യങ്ങളല്ലേ. അതെടുത്ത് പുറത്തോട്ട് വിടുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ കയറി കമൻ്റ് ഇടും, അതിനെക്കുറിച്ച് അഭിപ്രായം പറയും. അപ്പം എയറിലോട്ട് കയറുകയും ചെയ്യും. കഴിവതും ഞാൻ പറഞ്ഞ മതവിശ്വാസികൾ തങ്ങളുടെ വിശ്വാസവും കാര്യങ്ങളൊക്കെ ആ പള്ളി അല്ലെ അമ്പലത്തിൽ നിർത്തി ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടും. നമ്മൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ടുവിടും. ഞാനിപ്പം നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്ന കാര്യം ഞാനിത് ഇവിടെ ഇട്ടുകൊണ്ടല്ലേ നിങ്ങൾ എന്നോട് കമൻറ്റ് ബോക്സ് വന്ന് സംസാരിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് ഇത് സംസാരിക്കുമ്പോൾ എനിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ ആ പറഞ്ഞ കാര്യങ്ങൾ. അത് ചിലപ്പം പലരെടുത്ത് അത് വെട്ടിയെടുത്ത് ട്രോൾ ചെയ്യുന്നതായിരിക്കും. നമ്മളപ്പം പറയുന്ന കാര്യങ്ങളിൽ നമുക്കൊരു വ്യക്തത വേണം. എന്ത് പറയണം, എവിടെ പറയണം, എങ്ങനെ പറയണം, ആരോട് പറയണം, ഈ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ സംസാരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് ശ്രദ്ധിക്കാതെ വരുന്നതുകൊണ്ടാണ് പലരും പെട്ടുപോകുന്നു. എന്തായാലും തിരുകേശത്തിന്റെ ആധികാരികത ചോദ്യം ചെയ്ത AK വിഭാഗം സംസ്ഥയും മുജാഹിദ് പ്രസ്ഥാനങ്ങളും ഒക്കെ രംഗത്തെത്തിയതോടെയാണ് വിവാദം കത്തിപ്പടർന്നത്. തിരുകേശത്തിന്റെ പരമ്പര ഉറപ്പിക്കുന്ന സന്നദ്ധ കോട്ടക്കൽ സമ്മേളനത്തിൽ കാന്തപുരം അവതരിപ്പിച്ചതോടെയാണ് വിവാദം തൽക്കാലം കെട്ടടങ്ങിയത്. തിരുകേശ വിവാദത്തിന്റെ ചരിത്രം എന്താണെന്ന് നോക്കാം. VS രഞ്ജിത്താണ് ചെയ്യുന്നത്. രഞ്ജിത്ത്, ഇപ്പോൾ തിരുകേശം തന്നെ കൊണ്ടുവന്ന സമയത്ത് അത് വലിയ ചർച്ചയും വിവാദവും ഒക്കെ ആയതാണ്. പിണറായി വിജയൻ എന്ന് പറഞ്ഞതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ ഇത് 1/2 സെന്റിമീറ്ററോളം വളർന്നു എന്ന കാന്തപുരത്തിന്റെ പ്രസ്താവനയാണ്, അത് വലുതായി എന്ന പ്രസ്താവനയാണ് വിമർശനങ്ങൾക്കും പുതിയ ചർച്ചകൾക്കും ഒക്കെ വഴിവെച്ചിരിക്കുന്നത്. വിനിത, ഈ വിവാദത്തെ നമുക്ക് രണ്ടായി തരംതിരിക്കാൻ പറ്റും. ഒന്ന്, തിരുകേശം എന്ന് പറയുന്ന നബി തിരുമേനിയുടെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയുടെ ശരീരത്തിന്റെ ഭാഗമായിട്ടുള്ള അദ്ദേഹത്തിന്റെ മുടിയുടെ ഭാഗം, ആ മുടിയുടെ ഭാഗം അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ സ്വഹാബത്തുകൾ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന്റെ കൂടെയുള്ള അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കപ്പെട്ടുവെന്നും അത് പിന്നീട് പല ശിഷ്യന്മാരും, ചില ശിഷ്യന്മാർ മരിച്ചു പോകുമ്പോൾ അവരുടെ കബറിടങ്ങളിൽ അത് കുടിച്ചു മൂടിയെന്നും ചില ശിഷ്യന്മാർ അത് പരമ്പരയായി തങ്ങളുടെ കുടുംബങ്ങൾക്ക് കൊടുത്തു വന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. വിശ്വാസപ്രകാരം സുന്നികൾ ഈ തിരുകേശത്തെ, അതായത് നബിയുടെ ഇത്തരത്തിലുള്ള തിരുശേഷിപ്പുകളെ, അസാർ എന്നറിയപ്പെടുന്ന തിരുശേഷിപ്പുകളെ ആരാധിക്കുന്നവരാണ്, ബഹുമാനിക്കുന്നവരാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബഹുമാനം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ തിരുകേശത്തെ വിശ്വാസികൾ കൊണ്ടു നടക്കുന്നത്. അതിൽ തന്നെ രണ്ട് അഭിപ്രായമുണ്ട്. മുജാഹിദ് വിഭാഗങ്ങൾ ഇത്തരത്തിൽ നബിയുടെ തിരുശേഷിപ്പുകളെ ബഹുമാനിക്കേണ്ടതില്ല എന്ന് പറയുന്നവരാണ്. ഇതിൽ മുഖ്യമന്ത്രിയുടെ ഭാഗം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു ആരാധനയും വേണ്ട എന്നുള്ളതാണ്. അങ്ങനെ ഈ തിരുകേശ ആരാധനയുമായി ബന്ധപ്പെട്ടതാണ് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാവുന്നത്. മറ്റൊന്ന്, സുന്നികളിൽ തന്നെയുള്ള ഒരു ഭിന്ന അഭിപ്രായമാണ്. തിരുകേശത്തെ ബഹുമാനിക്കണം എന്ന കാര്യത്തിൽ സുന്നികൾക്ക് എതിരഭിപ്രായമില്ല. പക്ഷേ കാന്തപുരം കൊണ്ടുവന്ന തിരുകേശം അത് അതിന്റെ സനദ് അല്ലെങ്കിൽ അതിന്റെ അവലംബം എന്താണ്, അതിന്റെ ആധികാരികത എന്താണ് എന്ന് തെളിയിക്കാൻ കാന്തപുരത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സുന്നികൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം. എന്ന് പറഞ്ഞാൽ തിരുകേശത്തെക്കുറിച്ചുള്ള രണ്ട് വിവാദങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് തിരുകേശത്തെ ആരാധിക്കേണ്ടതുണ്ടോ ബഹുമാനിക്കേണ്ടതുണ്ടോ എന്നതിനെ കുറിച്ചും, മറ്റൊന്ന് തിരുകേശത്തിന്റെ ആധികാരികതയുമായി ബന്ധപ്പെട്ടാണ്. ഈ വിവാദം ഉണ്ടാവുന്നത് 2005-2006 കാലഘട്ടങ്ങളിലാണ്. തുടക്കം മർക്കസിലേക്ക് തിരുകേശം എത്തുന്നത്, അതിന്റെ കുറച്ചു ഭാഗം എത്തുന്നത് ഈ 2005-2006 കാലഘട്ടത്തിലാണ്. പക്ഷെ അന്ന് സിറാജ് പത്രത്തിൽ ഒരു ചെറിയ കോളം വാർത്ത മാത്രമാണ് വന്നത്. പക്ഷേ 2009 ഈ മർക്കസിന്റെ വലിയ സമ്മേളനത്തിൽ വെച്ച് അബുദാബിക്കാരനായിട്ടുള്ള ഷെയ്ഖ് അഹമ്മദ് ഗസ്റത്ത് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം മുടികൾ തിരുകേശം ആ വേദിയിൽ വെച്ച് പരസ്യമായി കാന്തപുരത്തിന് കൈമാറുകയും ആ വേദിയിൽ വെച്ച് അതിന്റെ സന്നദ്ധ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തോടുകൂടിയാണ് EK വിഭാഗത്തിന്റെ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ രംഗത്ത് വരികയും കാന്തപുരത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ജിഷാൻ മാഹിയെ പോലുള്ള
ആളുകൾ അവരും ഇതിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്ത് രംഗത്ത് വരികയൊക്കെ ചെയ്യുന്നു. ഇങ്ങനെയാണ് 2009 ഈ വിവാദം കത്തിപ്പടരുന്നു. 2015 വരെ ഏകദേശം ഈ വിവാദം കത്തിപ്പടർന്നു നിന്നു. അതിനിടയിലാണ് 2018 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെ ബോഡി വേസ്റ്റ് എന്ന പരാമർശം ഉണ്ടാവുന്നത്. കോട്ടക്കൽ സമ്മേളനത്തിൽ, മർക്കസിന്റെ കോട്ടക്കൽ സമ്മേളനത്തിൽ ഈ വിഷയത്തിൽ ഒരു സനദ് അവതരിപ്പിച്ചതോടുകൂടിയാണ് ഇത് ഏകദേശം കെട്ടടങ്ങുന്നത്. 2018 കുണ്ടൂർ ഉറൂസിൽ വെച്ച് വീണ്ടും കാന്തപുരം ഈ വിവാദം എടുത്തിരുന്നുണ്ട്. കുറച്ചുകൂടി തിരികേശം മർക്കസിൽ ലഭിച്ചു എന്നായിരുന്നു അന്നത്തെ പരാമർശം. അത് വീണ്ടും വിവാദമാവുന്നു. ആ 2018 ശേഷം ഇപ്പോൾ 2026 പുതിയ വിവാദം ഉണ്ടാവുന്നു. അത് ഈ തിരുവേശം വളർന്നു എന്നുള്ളതാണ്. ഈ സനദ് എന്ന് പറയുന്നത് തിരുവേശത്തിന്റെ ആധികാരികതയാണ്. ആ ആധികാരികതയിൽ പോലും ഇതിൽ വിവാദമുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത് നബിയുടെ 1ാമത്തെ ഖലീഫയിൽ നിന്ന് കിട്ടിയെന്നും 4ാം ഖലീഫയിൽ നിന്ന് കിട്ടിയെന്നൊക്കെ ഈ സനദുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളുണ്ട്. ശരി, വ്യക്തമാണ്. ഞാൻ പറയുന്നത് കാന്തപുരത്തിൻ്റെ തള്ളിക്കളയുന്നത് ഇത്രയും പ്രായമുള്ള മനുഷ്യനല്ലേ. ഈ ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള മറ്റ് ഗ്രൂപ്പുകളൊക്കെ എന്തിനാ പ്രായമുള്ള മനുഷ്യരെ അങ്ങേരെ ഈ വർഷം തുടങ്ങിയ നാളെ മൂരെ അങ്ങേരെ എയറിലാണ്. ഈ മുഖ്യമന്ത്രി എന്തിനാണ് ഇതിൻ്റെ അകത്തൊക്കെ കയറി തലവെക്കുന്നത് മനസ്സിലാകാത്ത? പ്രായമുള്ള മനുഷ്യനല്ലേ, ചിലപ്പം പറഞ്ഞു പോകുന്നതായിരിക്കും. ചിന്തിക്കാനൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണും. പുള്ളി ഇപ്പോഴും ആ പഴയ ഇതിൽ തന്നെ ചിന്തിച്ചു പോകുന്നൊരു മനുഷ്യനായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ പുള്ളി മതത്തെ കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയൊക്കെ ആയിരിക്കും. എന്താണെങ്കിലും ഞാൻ പറയുന്നത് വിട്ടുകളയാ. പ്രായമായ ഒരു മനുഷ്യൻ അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞു. നമ്മുടെ വീട്ടിൽ ഉള്ള ഒരു കാരണവർ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഏജ് നിൽക്കുന്നവരോട് നമ്മൾ എന്താ പറയുന്നത്, ചെവി കൂടെ ഇറക്കി വിടുക എന്നുള്ളത് നമ്മളൊക്കെ ചെയ്യാറുള്ളൂ. അതുപോലെ ചിന്തിച്ചാൽ മതി. അങ്ങനെ പിടിച്ച് വെറുതെ എയറിലോട്ട് സ്പേസിലോട്ടൊന്നും വിടണ്ട. ഒന്നാമത് മാധവ് സുരേഷ് പറഞ്ഞുകൊണ്ടിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ, ടേക്ക് കെയർ.